വൈത്തിരി ഫാം. ഞങ്ങൾ വളരെ നേരത്തെയാവുകൊണ്ട് ഇനി കയറ്റില്ല, പക്ഷെ ഭയങ്കര മഴയായിരുന്നു. ഭയങ്കര മഴ. ഇത് ഇനി എപ്പോഴാണ് ക്ലോസ് ആവാന്ന് അറിയില്ല. അതായത് ടിക്കറ്റ് കൗണ്ടറിന് അവിടെ പോയാണ് മറിച്ച് ചോദിക്കുന്നുണ്ട് ക്ലോസ് ആണല്ലോ. എല്ലാ റൈഡും കയറാൻ പറ്റും. 250 റുപ്പീസ്. ഒരു 1000 റുപ്പീസിന് നമുക്ക് എല്ലാ ആക്ടിവിറ്റീസ് കിട്ടും. നമ്മൾ വേറെ ഒരു പ്ലേസിൽ പോവാണെങ്കിൽ ഒരു റൈഡിന് തന്നെ നമ്മൾ 250, 350, 500 ആ റേഞ്ചിലോട്ട് കൊടുക്കണം. അങ്ങനെ വൈത്തിരി ഫാമിലാണ് നമ്മളുള്ളത്. ഒരുപാട് റീൽസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതൊക്കെ റിയൽ ആണെന്നുള്ളത് ഇന്ന് കാണിച്ചു തരുന്നു. ചിൽഡ്രൻസിന് ഏരിയ സംസാരിക്കുന്ന തത്ത ഫസ്റ്റ് തന്നെ നമുക്ക് എന്തൊക്കെ അതിനുള്ളിൽ നിന്ന് കാണാം. ഇത് മിനി താറാവിലല്ല, അരയണല്ലേ? ഹായ് 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 ഹായ്. അരയണ ഉണ്ട്. ഫസ്റ്റ് തന്നെ നമ്മൾ അരയണ ഇംഗ്ലീഷിൽ ചോദിക്കുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട്? അല്ലാ, പാമ്പ്. സ്പൈഡർ. സ്പൈഡർ. ഇതിനുള്ളിൽ എന്താ? സ്കോർപ്പിയോ. ഇതിന്റെ താഴെ വേണ്ട, അത്ര ധൈര്യമില്ല. മിനി സ്നേക്കിനൊക്കെ ശരിക്കും സ്നേക്കിന് വെക്കുന്നതാ. ഓക്കെ. അല്ല, ഇതിനുള്ളിൽ എന്താ? എലിയല്ല, ഹാംസ്റ്റർ. ഇതൊരു സ്നേക്ക്. ഇതുവരെ സ്റ്റുവർട്ട് ലിറ്റിൽ നിന്നാണ് കാണാം. ഇത് വേണോ? വിഷയമാണ്. കിട്ടി സാധനം കിട്ടി. പേരെന്താ? പേരുണ്ട്. ചെവി കേൾക്കൂലല്ലേ അല്ലേ? ഓൺലി വൈബ്രേഷൻ. ഇഷ്ടമായില്ലേ? എന്നാ വെച്ച് നോക്ക്. അതങ്ങോട്ട് എടുത്ത് തന്നെ. അത്രേ ഉള്ളൂ. കയ്യരും പിടി. വേണ്ടേ നേരന്നോ? ഒന്നും ചെയ്യത്തൊന്നുമില്ല. നീ കയ്യേറ്റ് ഇങ്ങനെ കൊടുത്തോക്ക്. അവിടെ പിടിച്ച വേണ്ട, ഞാൻ വേറെ പിടിക്കണ്ടേ? വേറെ പിടിക്കണ്ടേ പറയൂ. പോയിക്കോട്ടെ. അതിന്റെ പാലോടെ പാലില്ലേ? നിങ്ങക്ക് എന്തൊക്കെ തോന്നണേ? ഇത് കടിക്കൂലേ? ഇതും കടിക്കൂല. ഒന്നും കടിക്കൂല. മെക്സിക്കൻ ബ്ലാക്ക്. ഇത് യെല്ലോ. ഇനി അടുത്ത് വേറെ ഒന്നുണ്ട്. ഇത് രസമുണ്ടല്ലോ. ഇത് മുള്ളമഞ്ഞല്ലേ? ഇതാ പാറുന്ന സാധനം. നല്ല സോഫ്റ്റ് തൊടാനേ. സോഫ്റ്റില്ലേ? ഇതിന്റെ പേരെന്താ? ഷുഗർ ഗ്ലൈഡർ. നല്ല സുഖണ്ട്. തൊട്ടത് ഇതാ പറക്കണല്ലേ? പേടിക്കണ്ട. കുട്ടി ഷോ വീട്ടുകൊണ്ടല്ലോ. സുഖല്ലേ തൊടാന്? ഭയങ്കര സോഫ്റ്റ് അല്ലേ? നല്ല സോഫ്റ്റ്. അതേ പറഞ്ഞ ഭയങ്കര സോഫ്റ്റ്. പാർട്ട്ണർ ഇത് അവിടെ കിടക്കുന്നു. 36 എന്തോ ക്ലീനിങ് പരിപാടിയിലാണ്. ഭയങ്കര ക്ലീനിങ്ങിലാണ്. എപ്പോഴും ക്ലീനിങ് ആണ്. ഇവിടെ വേറൊരാള് ക്യൂട്ടി. 36 ക്ലീനാണ്. ഇതിന്റെ പേരാണ് മൈസ് അല്ലേ? മൗസ്. ചെറിയതില്ലേ? റെഡ് ഐസ്. ഓ, ഇതൊന്നുമില്ല. ഒന്നും തോന്നുന്നില്ല. ചെറുത്. ഒരു ജംബോ സാധനത്തിന് വെക്കുന്നു. ഓ, പറഞ്ഞ പേടിണ്ടാവും. കുറച്ചും കിട്ടുന്ന ബെറ്റർ ആവും. ഇതാണ് ഇഗ്വാന.
കടിക്കില്ലല്ലേ തലോടാൻ പറ്റില്ല പേടിണ്ടാ പേടിയൊന്നുമില്ല പേടില്ലേ ഡിനോസർ പറഞ്ഞിട്ടില്ല അടുത്ത് നോക്കുമ്പോൾ ഡൈനോസർ തന്നെ പക്ഷെ പാവാണ് ആള് ഒന്നും പറയുന്നില്ല ഒന്നും കാട്ടുന്നില്ല ഇഗ്വാന വെയിറ്റ് ഉണ്ടാ ഓ നല്ല വെയിറ്റ് ഉണ്ട് ഇത് ശരിക്കും വെജിറ്റേറിയനാ അപ്പൊ ഇതിന് ഇറച്ചി മീനൊന്നും വേണ്ട ഇതിനോ ഇതിന് സർലാക്ക് ഓ നടത്തോ ഇത് കൊടുക്കണേ എങ്ങനെ കൈ പിടിക്കണ്ടേ ഇഗ്വാന ഫോട്ടോ എടുക്കാം ശരി വേറെ വേറെ ഐറ്റംസ് ഉണ്ട് അതെ ഇതില് ഇതെന്താവും എന്തോ ഇതാണേ സ്പെഷ്യലല്ലോ വെഷലാണ് വെഷലാണ്. വെഷലാണ് വിഷയാണ് പക്ഷെ എന്നാലും നമ്മള് നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് വേണ്ടിട്ട് പ്രേക്ഷകർക്ക് ഷുവറായിട്ടും ചെയ്യും ഒമ്മേ. Guys, ഇത് AI ഒന്നുമല്ല ഇത് റിയലാണ് മനസ്സിലാക്കോ ഉണ്ടോ കാണണ്ട കിട്ടുണ്ടോ നോക്കണേ സെറ്റ് ദേശം പേടിയൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല സ്പൈഡർമാൻ ആകാനുള്ള ചാൻസ് ഒക്കെ ഞാൻ കാണുന്നുണ്ട് അതെ അതെ ഇത് കടിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്പൈഡർമാൻ ആവാം സാധനം ഇവിടെ കടിച്ചു കഴിഞ്ഞാൽ എന്തേ സ്പൈഡർമാൻ ആയിട്ട് പോകും എവിടെ ഇവിടെ വെച്ചാൽ മതി ആരും എടുത്ത് വെക്കണ്ട അങ്ങനെ വിഷമുള്ള സ്പൈഡറാണ് ഞാൻ അനങ്ങൂലേ സ്പൈഡർ വുമൺ കണ്ടില്ലേ സ്പൈഡർ വുമൻ എല്ലാരും കണ്ടോളൂ കറക്റ്റ് നീ സ്പൈഡർ വുമൻ ആരും കണ്ടില്ല വിചാരിക്കണ്ട ഞാനാണത് അതെ, അതെ. കേരളത്തിലെ Mask ഇല്ല. കേരളത്തിലെ സ്പൈഡർ ഇല്ലാത്ത വുമൻ Spider Woman. യെസ് മാർവലിൽ ചിലപ്പോൾ സീരീസ് ആർക്കും ഉണ്ടാവും അതെ മാർവലിൽ ചിലപ്പോ വിളിക്കാൻ മതി എന്നെ ഇനി നമ്മൾ സ്പെഷ്യൽ ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് എനിക്ക് വരാൻ പോകും യെസ് കാണിച്ചത് ഇതിന്റെ പുറത്താക്കി പോയിട്ട് നമ്മളത് ചെറിയ ചെറിയ ചാനൽ അത് കാണിച്ചത് അത് സീനാവൂലേ കൊത്തൊന്നുണ്ടി വേണ്ട അത് നീ ടാസ്ക് ആക്കണ്ട വെച്ചോ വിഷമില്ലല്ലോ ഒത്തൊന്നും കുഴപ്പമൊന്നുമില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഓല് നല്ല മൂഡിലല്ലാന്നുണ്ടെങ്കിലേ എനിക്ക് ഇഷ്ടമൊന്നുമില്ല നല്ല മൂഡിലല്ലാന്നുണ്ടെങ്കിലേ ഇച്ചിരി വിഷം ഉണ്ടെന്നുള്ളതൊന്നും കുഴപ്പമൊന്നുമില്ല അല്ല നിങ്ങൾക്ക് കടി കിട്ടിയാ യാതൊന്നും കുഴപ്പമില്ല അതൊക്കെ പറയും എന്നിട്ട് അവിടെ കിടക്കേണ്ടി വരൂലേ അപ്പൊ ഞാൻ തന്നെ നോക്കാം ഇതിന് കൂടെ ഇങ്ങനെ ഇതാണ് അതാണ് ടാസ്ക് അല്ലേ നിങ്ങൾക്ക് ഒരു സംഭവം കാണിച്ചു തരാം നിൽക്കട്ടോ നമ്മള് ഒരു സ്വർഗത്തിലെ കട്ടുറുമ്പാവുന്നുണ്ടോ ഒരു ഡൗട്ട് ഇല്ലായ്മില്ല പക്ഷെ നല്ല രസമുണ്ട് കാണാൻ ഓ മൂപ്പര് കണ്ടിട്ടാ മൂപ്പര് കണ്ട് സീനായി എന്താടി നോക്കണേന്നൊക്കെ അറിയാം മൂപ്പരെ ചോദ്യം ഇതുവരെ സ്നേഹിച്ചോണ്ട് ഇപ്പൊ ഞാൻ ഇവിടെ വീഡിയോ ഓണാക്കിയപ്പോ അവർക്ക് മനസ്സിലായി ഓലെ സ്വർഗത്തിലെ കട്ടുറുമ്പായി ഇപ്പൊ മൂപ്പര് നിക്കണില്ല മൂപ്പര് നോക്കണേ ഇല്ല അവിടെ സ്റ്റാച്ചു ആയിട്ട് നിന്നു സോറി ഗൈസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഇതിന്റെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല ഗൈസ് കാരണം എടുത്തു കൊടുക്കൽ വരെ നിർത്തലാക്കിയിട്ട് പറഞ്ഞു പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഒരുപാടുണ്ട് കേട്ടോ അടിപൊളി ഇവിടെ ഒരു ജംബോ സാധനം ഉണ്ട് ജംബോ സാധനം എത്ര ഫോക്കസ് ആവുന്നുണ്ട് അറിയില്ല ഒച്ചപ്പാടൊക്കെ ഇറങ്ങിക്കോട്ടെ ജംബോ സാധനങ്ങളാ ഇതേപോലത്തെ ഓരോരോ കസ്റ്റമേഴ്സ് വന്നിട്ട് പിള്ളേരെ പേടിപ്പിക്കില്ല ഫോട്ടോ ഉണ്ടോ ഇവിടെ ഒരാളുണ്ട് ബാ ഓയ് 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 നല്ല സ്മെല്ലുണ്ടല്ലേ ഇതിന് ഇനി നമുക്ക് ബേർഡ്സിനെ ഫീഡ് ചെയ്യാം ഇങ്ങനെ കേജ് ഒക്കെ ഉണ്ട് അത് ഞങ്ങൾ കണ്ടോ തന്നെ വരുന്നുണ്ട് ഞങ്ങൾ അറിയുന്ന ആളാ അതെ അതെ കുറെ ബേർഡ്സ് ഉണ്ട് ഇതാ വോ നല്ല ഫ്രണ്ട്ലി ആണ് അല്ലേ നല്ല ഫ്രണ്ട്ലിയാണ് യെസ് 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 ഇവിടെ ട്രെയിൻ ചെയ്യിപ്പിച്ചാണ് അല്ലേ അതെ 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 അതാ അതാ തലയിലൊക്കെ എടുക്കണ്ട് എല്ലാവരും ഉണ്ടല്ലോ എല്ലാരും ഉണ്ട് തലയിലുണ്ട് കാൽമലുണ്ട് എല്ലാത്തിലും നിക്കണ്ട ആള് അതാ രണ്ടാള് ലവ് ബൈറ്റ്സ് ഒക്കെ അവിടെ ഉണ്ട് ലവ് ബൈറ്റ്സ് കൊള്ളാം കൊള്ളാം എന്ത് കുട്ടികളെ തലയിലൊക്കെ കയറി ഇരിക്കുന്നുണ്ട്. എന്താ ഇത് അവസ്ഥ എന്താ ഇത് ഫുഡിനുള്ള അടിയാണ് അടിയാണേ എന്റെ റിങ്സ് ഒക്കെ അടിച്ചോണ്ട് അത് തിന്നാൻ പറ്റുന്നില്ല കേട്ടോ ഉള്ള തപ്പലാണ് എവിടെയാണ് ഇത് നോക്കിയാണ് അപ്പൊ ഇവർക്കുള്ള താല്പര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരെല്ലാവരും നോക്കി നിൽക്കുന്നത് ഈ ഒരു സ്റ്റെമ്മിന് വേണ്ടിയിട്ടാണ് അതെ നമ്മുടെ സാധാ മുളയുടെ ചെറിയ വരി അങ്ങനെ കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല ചിലപ്പോ മറിച്ച് അതെ അതെ ഭയങ്കര ആക്റ്റീവ് അല്ലേ ആൾക്കാര് ആക്റ്റീവ് ആണല്ലേ ആൾക്കാര് നല്ല ആക്റ്റീവ് അങ്ങോട്ടൊക്കെ എല്ലാവരും ആക്റ്റീവ് അതെ ഞാൻ പൊട്ടിച്ചേരാ നിക്ക് അങ്ങനെ കൊടുക്കേണ്ട മറിച്ചോ ചിലപ്പോ പറ്റുന്നുണ്ടാവില്ല അതൊക്കെ ഭയങ്കര പറ്റുന്നുണ്ടാവില്ല അതെ 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 വേണ്ട ഫോട്ടോ എടുക്കാൻ പറ്റിയ നല്ല സ്പോട്ടുകളുണ്ട് അല്ലേ
ഒരുപാടുണ്ട്. അല്ലേ? ഇവിടുന്നൊക്കെ അടിക്കാം. ഇവിടെ ഫുൾ ഒച്ചപ്പാടും ബഹളമാണ് കേട്ടോ. ഇനി അടുത്ത ആളുണ്ട്. അടുത്തെത്തി. ഓ ഇത് ഫുൾ ഒച്ചപ്പാടും ബഹളാണ് ഇവിടെ. ഫുൾ ഒച്ചപ്പാട് ബഹള്. കോസ്റ്റിലാണോ തോന്നുന്നു. താറാവ് ഇല്ലയോ? ഇത് മറ്റേതല്ലേ പെരിച്ചായാണിത്. പൊയ്പു സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്ന സാധനമാണിത്. പെരിച്ചായാണല്ലേ? അവിടെ സ്ഥിരം കാണുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏതാ? നമ്മളെ നാട്ടിലൊക്കെ ബ്ലാക്ക്, അവിടെ വൈറ്റ്. ആ ഇവിടെ മാറിയ ആൾക്കാരുണ്ടല്ലോ. നോർമലി നമ്മൾ കാണുന്ന ഡിഫറൻസ് ഒന്നുമില്ല. ഷാമ്പിയോൺ ഇവിടെ ഉണ്ട് ഓൾറെഡി. ഓ വെറൈറ്റീസ് ആണ്. ഇതാ മറ്റേതല്ലേ? ഇതാണ് മാംഗോ. ഇതിലുണ്ടാവണേ തലട്ട് നോക്കണേ അതല്ലേ? തലട്ട് നോക്കണതാണോ? അതന്നെ മട ഉണ്ടാക്കി വെക്കും. കടിക്കോ? കടിക്കോട്ടെ. എന്ത് പറ്റി? തെരയാണ്. സങ്കടമുണ്ട്. കൂട്ടിലിട്ട് വളർത്തണല്ലേ? തെരയാണെന്തോ. പാവട അത് മാന്താൻ വേണ്ടി നോക്കാണ്. താഴേക്ക് അങ്ങ് തുറന്നിട്ട് താഴെ അവിടെയും കോൺക്രീറ്റ് ഇട്ടുണ്ടാവില്ല. എന്തോ തെരയാണ് ആശാനെ. ഓ സ്റ്റൈലിഷ് ആളുകള് ഇവിടെ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. വെരി സ്റ്റൈലിഷ് ആണ്. ആ സ്റ്റൈലിഷ് മോഡേൺ ആയിട്ടുള്ള ആളുകൾ. പെസന്റ് ഒക്കെ നമ്മുടെ ഏഷ്യ തന്നെ. താങ്ക് യു. ഇനി അടുത്ത നമ്മള് ഫിഷ് ഈറ്റിംഗ് ആണ്. ഇതൊക്കെയാണ് ഫുഡ്. ഒരെണ്ണം ഉണ്ടോ? ഒരെണ്ണം മാത്രം. ഇതൊക്കെയാണ്. ഓക്കെ. നല്ല സുഖല്ലേ? ആ ഫുഡിന് വേണ്ടിട്ട് ഒരു അടിപൊളിയാണ്. ഇവർക്ക് നല്ല ടീമുണ്ട്. അയ്യോ അടിപൊളി. ഫിഷാണ് അടിപൊളി. ഇതാണ് ഫിഷ് മസാജ് കേട്ടോ. അടിപൊളി ഫിഷ് സ്പാ. ഓ നീന്താനാണല്ലോ അപ്പൊ അങ്ങോട്ട് കാലൊക്കെ വെച്ച് വരുന്നേ. ഓ ഞാനോ? ബ്ലഡ് ഉണ്ട്. ഓന് ചിലപ്പോ പുഷ്ടിച്ച് നല്ല സുഖം. നല്ല സുഖം. ജസ്റ്റ് ഇങ്ങനെ വന്നിടത്ത് കാണിച്ചെടുത്തേക്ക്. അതൊരു കാര്യം കൂടെ, ഇത് വേറെയുള്ള ടൂറിസം മേഖലയിലാണെങ്കിൽ ഇനി സെപ്പറേറ്റ് ആണ്. ഇവിടെ ഫ്രീ ആണ്. അതെ ഇവിടെ ഏകദേശം എല്ലാം ഫ്രീ അല്ലേ? ഇതെന്ത് മീനാ? ഇതാരാണ്? ഇത് കുതിര. കുതിര കുതിര തൊടാൻ പറ്റും. കുതിര നല്ല രസല്ലേ? ക്യൂട്ട് മിനി കുതിരയാണ്. ആരാണത് സ്റ്റൈൽ ചെയ്ത് കൊടുത്തത്? അല്ലേ നല്ല രസമുണ്ട്. ആ ഇതിന് കൊടുക്കണ്ട? ഓക്കെ ഓക്കെ ഓക്കെ. ഇതിനിപ്പോ ഇത് ആർക്കൊക്കെ കൊടുക്കണ്ടേ? കൈതക്കും ആടിനും. ഓക്കെ മറിച്ചോ തൊടാനൊക്കെ നിന്നിട്ടുണ്ട് മൂപ്പര്. ആള് ഫ്രണ്ട്ലി ആട്ടോ. നല്ല രസമുണ്ട് സ്റ്റൈൽ ചെയ്ത്. നല്ല രസമുണ്ട്. നല്ല ചെറുക്കുണ്ട്. ഇത്ര വലുതാവുണ്ടാവുള്ളൂ? ഇത്ര വലിപ്പുണ്ടാവുള്ളൂ? ഓ ആളതാ നിന്നെ പറയണ കേക്കണ്ടല്ലേ? നല്ല ആളാണ്. അപ്പൊ ഇതിനെന്താ ഫുഡൊക്കെ കൊടുക്കല്? വേറെ ഉണ്ട്. അങ്ങനെ കൊടുക്കാൻ പറ്റുണ്ടാവില്ല അല്ലേ? വേറെ വലുതുണ്ട് കേട്ടോ. വലുതുണ്ടേ, വലിയ ആളുണ്ട്. അത് മിനി, ഇത് വലുത്. ഇനി അടുത്ത ആളെ നമുക്ക് നോക്കാം. ആള് വേറെ എന്തോ മൂഡിലാണ്. അല്ലതാരിത് ഇതിലൊരു ചവിട്ട് കിട്ടി നമ്മളവിടെ കിടക്കും. ആളെന്തോ പ്രത്യേകിച്ച് പരിപാടിയിലാണ്. ഇതാണോ? ഇതിന് കൊടുക്കരുത് പറഞ്ഞത്. അല്ലല്ല അത് ഒട്ടകത്തിനാണ് കൊടുക്കാൻ പറഞ്ഞത്. ഇതിന് കൊടുക്കരുത്. ഇല്ലല്ല
ആളെന്താ വെള്ളം കുടിക്കാണ് കേട്ടോ. കമ്പി അല്ലല്ല കമ്പിമല്ലത് വെള്ളം കുടിക്കാണ്. ആണ് അങ്ങനെന്തോ ആണ് ചെയ്യണ ആള് കേട്ടോ. നിന്നൊക്കെ വരുന്നുണ്ട്. പക്ഷെ നല്ല ക്യൂട്ടാണ് ആള്. അതുപോലെ നല്ല സ്ട്രോങ് ആണ്. നിനക്ക് തരരുത് പറഞ്ഞിക്കണേ. കൊടുക്കരുത് തരരുത് പറഞ്ഞിക്കണേ. അതുകൊണ്ട് തരുന്നില്ല. അല്ലെ ഞാൻ തന്നേനി. ഇത് തരരുത് പറഞ്ഞോണ്ടാണ് കേട്ടോ. ഇത് തരരുത് പറഞ്ഞോണ്ടാണേ. നീ മുട്ട ഇട്ടിട്ടുണ്ടോ? മുട്ട കാണാൻ പറ്റുമോ നിന്റെ? പക്ഷെ എന്ത് വലുപ്പല്ലേ അതിന്റെ. ഇതൊക്കെ ഇന്റെ ഹൈറ്റ് ഉണ്ടാവും. ഇന്റെ ഹൈറ്റ് ഇല്ല ഇപ്പത്. ഇന്റെ ഹൈറ്റ് ഉണ്ട് ഇപ്പത്. ഇതിന്റെ ഒരു ചവിട്ട് കിട്ടി നമ്മളാ മൂലൊക്കെ കിടക്കും. പിന്നെ എണീക്കൂല. ഞമ്മക്ക് അടുത്താളാ. ഒട്ടക വരുന്നേ. ഹായ് വാ. തരാൻ പറഞ്ഞോണ്ട് തരികയാണ്. ഓക്കെ തൊടാൻ പറ്റുമോ? തൊടാൻ പറ്റൂലല്ലേ? തൊടാൻ തരുന്നുണ്ടല്ലോ. തൊട്ടോക്കെ നല്ല ഭംഗിയുണ്ടല്ലേ? എന്തിനാ ഹൈറ്റില്ലേ? മനസ്സിലായി. ഇത് ഒറ്റ ഒന്ന് തരാൻ പറ്റുള്ളൂ. കൊറേ തരാം. ഇത് പറഞ്ഞോളാം. നീ തെറ്റിപ്പോവല്ലേ ഇനി. ഞാൻ തൊടട്ടെ. ഞാൻ വരുന്നില്ല. അതിന് മനസ്സിലായി ഒന്നുണ്ട്. വരുന്നില്ല. ഞാൻ തൊടട്ടെ. സമ്മതിക്കണില്ല കേട്ടോ ആള്. തൊടാൻ സമ്മതിക്കണില്ല. വരുന്നില്ല. നമുക്ക് അടുത്ത ആള്. ആരിത് ചിരിക്കണ കഴുത. ആൾക്ക് വിശക്കുണ്ടോന്നുണ്ട് കേട്ടോ. വിശക്കുണ്ട്. ഇതാ നിങ്ങൾക്ക് തരാൻ പറഞ്ഞിക്കണേ. ഓക്കെ ഇതാ അടുത്താക്ക്. ഞാൻ തൊടട്ടെ. തൊടാൻ വയ്ക്കണ്ട്. വീണോയി. എനിക്ക് കിട്ടിയല്ലോ ഒന്ന്. ഞാൻ അവന് കൊടുക്കട്ടെ. സമ്മതിക്കണെല്ലാം എനിക്ക് വേണമെന്ന്. എന്തൊരു മൈൻഡ് സെറ്റ് ആണ്. വൈബ് അടിപൊളിയാണ്. ഇവിടെ എല്ലാം മൂപ്പർക്ക് വേണം കേട്ടോ. എനിക്ക് കിട്ടിയില്ല പറയണ്ട. തൊടാൻ നിന്നിട്ടുണ്ട് കേട്ടോ. ആരിത്? ഓ സീന്. തരാ വിഷയാണ്. തരാ എല്ലാവർക്കും തരാം. നല്ല കൊമ്പ്. എത്ര 4 കൊമ്പ മറിച്ചതിന് ശ്രദ്ധിച്ചങ്ങള്. അതൊക്കെ ശരിയാണ്. 4 കൊമ്പ് 4 കൊമ്പ്. അതൊന്ന് ശ്രദ്ധിച്ചോ. 4 കൊമ്പുണ്ട്. ഇത് വലിയ സൗണ്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. കൊടുക്കി എന്താണ്? കുഞ്ഞാടുകൾ. അറ്റൻഷൻ. എല്ലാവരും സമാധാനപ്പെടുക. എല്ലാവർക്കും തരും. ഓക്കെ ഇതൊക്കെ ഇതാ അടുത്താളെ. ഇങ്ങോട്ട് വരി. ബാക്കിലേക്കുള്ള പാവങ്ങള്. ബാബാ ഈ കൊടുക്ക. മതി. അനക്കള് കഴിഞ്ഞേ. കേറിയൊക്കെ നിക്കണേ. എന്താന്നാ ആടെ തായറങ്ങ്. ഇതാണ് മറ്റേ കുഞ്ഞാട്. ഏത് മറ്റേ ഇതിൽ ആടിലല്ലേ? ആടിക്കൂലൊക്കെ അല്ലേ കുഞ്ഞാടുകള്. മറ്റേ കുഞ്ഞാട് ആട്. ഇതാരാണ്? ഇത് ജർമ്മന ഒന്നല്ലേ? ഇതിന്റെ പേരൊന്നുമില്ല. ഇത് കനാഡിയൻ പിഗ്മി. അത് മുറിച്ചു കൊടുത്താളേ. ഇവരൊക്കെ കുടിക്കി. ഇവിടെ കുടിക്കി. അല്ലെ പിന്നെ അവർക്ക് സങ്കടാവൂലേ ഒരാൾക്ക് അവിടെ കൊടുക്കാറുണ്ട്. പക്ഷെ ആള് മുന്നേക്ക് വരുന്നില്ലേ? ചിരിക്കണം കാട്ടിയരാ ഗൈസ്. ഇതാണ് അവരെ ചിരി. എന്റെ കയ്യിൽ എന്തോണ്ട് വിചാരിച്ചു വരാട്ടോ. പക്ഷെ ആള് ക്യൂട്ടാണ്. ആള് കാപ്പി കറക്റ്റാ. ഇതാ ഞങ്ങളോട് തെറ്റി മറിച്ചോ. നിങ്ങളെ മുഖത്തേക്ക് നോക്കണില്ല. അത് ഈ സൈഡിക്ക് തിരിയണില്ല. ഈ സൈഡിക്ക് തിരിയണില്ല. അത് പിണങ്ങിട്ടോ അല്ലേ? അതാണ് ഒട്ടക ചിരിക്കൽ. ഒട്ടകല്ലേ, സോറി. ഇതിന് കഴുത. കാണാത്ത തലയില് ഇതിനെന്താ പറയാ? രോമല്ലേ പറയാ? രോമല്ല, താറാവിനെ കാണിച്ചുതരാം. നോക്കൂ, തലയില് കിരീടമാണ് അവർക്ക്. കിരീടം ഉണ്ട് അവർക്ക്. എവിടെ കാണും ഇങ്ങനത്തെ? അതെ. ഓ ഇവിടെ വേറെ ആൾക്കാരുണ്ട്. നമ്മള് നോർമല് നമ്മള് അറിയണം. പക്ഷെ അവര് വീടൊക്കെ നോക്കി അടിപൊളിയല്ലേ? എ ഫ്രെയിമാണ് അവർക്ക്. തൊടാ അപ്പൊ നമുക്ക് തൊടാൻ പറ്റും. ഇത് കഴിഞ്ഞാൽ നമുക്ക് തൊടാൻ പറ്റില്ല. അപ്പൊ നമുക്ക് തൊടാം. ഫുഡ് കഴിഞ്ഞ ഞങ്ങള് ടെററാ. കണ്ടോ അപ്പൊ നോക്കാൻ തുടങ്ങി. കഴിഞ്ഞോ? കുറച്ചുകൂടെ ഉണ്ട്. കിട്ടുണ്ടോ? ഓക്കെ, ഫോട്ടോ ബൂത്ത് ആണ്.
ഇത് ആക്ച്വലി ഫോട്ടോസ് നമ്മൾ ഫോണിൽ കാര്യങ്ങൾ എടുക്കാൻ പറ്റില്ല. അവർ തന്നെ ക്യാമറ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്, അവർ എടുത്തു തരുന്നതായിരിക്കും. അവർ ഷൂട്ട് ചെയ്ത് തന്ന് അവർ നമ്മുടെ മൊബൈലിലോട്ട് ഉണ്ട് ട്രാൻസ്ഫർ. അതിന് സ്പെഷ്യൽ ആയിട്ട് എന്ത് ഫണ്ട് അവർ ചോദിക്കുന്നുണ്ട്. കിടക്കുന്നേ ഏതാ സൈസിലെ, എന്താണ് ഇതിന്റെ വലുപ്പം? ഏതാ സൈസ് സാധനം? അലിഗേറ്റർ അല്ലത്? അലിഗേറ്റർ അല്ല, അലിഗേറ്റർ അരാപ്പൈമേ അങ്ങനെ എന്തോ. അലിഗേറ്റർ അരാപ്പൈമേ, അരാപ്പൈമ. ഓ നിങ്ങളെ സൈസ് ഉണ്ട് കേട്ടാ. ഇതാണ് അവസ്ഥ. അരാപ്പൈമ കയ്യാട്ടത് കൈ വരെ അടിച്ചു പോകും സാധനം. കുട്ടികളൊക്കെ വന്നാല് അവരെ അഞ്ഞ് ടെൻഷൻ അടിക്കണ്ട, അവരെവിടെ വിട്ടാൽ മതി. അതിന് പറ്റിയ സ്പോട്ടൊക്കെ ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ പാരറ്റിന് വെച്ചിട്ട് ഫോട്ടോ എടുക്കാറുണ്ട്, അതിൻ്റെ ബൂത്ത് ഇവിടെ ഉണ്ട്. ഇവിടെ പോയാൽ നമ്മുടെ ഫോട്ടോസ് നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പേയ്മെൻറ്റ് കൊടുത്ത് നമുക്ക് അവൻ്റെ ചെറിയ പേയ്മെൻറ്റ് വരുന്നുള്ളൂ, വലിയ എമൗണ്ട് ഒന്നുമില്ല. എന്താ അതിനെ കുറിച്ചിട്ട് പറയാല്ല, ഈ ഒരു ഫാമിൽ വന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? വൈത്തിരി ഫാം അടിപൊളി, ഒന്നും പറയാനില്ല, ഒരു രക്ഷയില്ല. അത്യാവശ്യം നല്ല അടിപൊളി ചക്കന്മാരും അതുപോലെ തന്നെ ഗൈഡ് ചെയ്യുന്ന അടിപൊളിയാണ്. കാരണം എല്ലാത്തിലും നമുക്ക് പിടിക്കാൻ സമ്മതിക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്. കാരണം നമുക്ക് ഫാമിലി ആയിട്ട് വരാം, ഫ്രണ്ട്സ് ആയിട്ട് വരാം, കപ്പിൾസ് ആയിട്ടും വരാം, എല്ലാവർക്കും അടിപൊളി. കാരണം കിഡ്സിന് പാർക്ക് ഏരിയ വേറെ ഉണ്ട്, അവർക്ക് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്, അതിന് പാർക്ക് അവർക്ക് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വലിയ കയറാം, അത് വേറെ കാര്യം. പക്ഷെ എല്ലാം ഉണ്ട് കേട്ടോ. ഫീഡിംഗ് ആക്ടിവിറ്റീസ് ഒക്കെയാണ് മെയിൻ ആയിട്ടുള്ളത്. നമ്മള് സൂ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒന്നും പോകാൻ പറ്റില്ല, അവിടെ തൊടാൻ പറ്റില്ല, അവിടെ തൊടാൻ പറ്റില്ല, അങ്ങനത്തെ കുറെ കാര്യങ്ങളുണ്ട്. ഇവിടെ എല്ലാം നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം നേരിട്ട് തന്നെ. നമുക്ക് സ്വന്തം ഫീഡ് ചെയ്യാം, അതിന് എല്ലാ കാര്യങ്ങളും അവർ തരും. ഫിഷ് സ്പാ അതൊക്കെ ഫ്രീ ആണ്. 250 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അതിന്റെ അകത്ത് തന്നെ $250 റുപ്പീസ് 250 പൈസയുടെ അതിലേറെ വെർത്തായിട്ടുള്ള സംഭവങ്ങളാണ് ഇതിനകത്തുള്ളത്. ഓക്കെ, ധൈര്യമായിട്ട് വരാം. ഓക്കെ, ഇതില് കൂടുതൽ സംഭവങ്ങളൊന്നുമില്ല, എന്നാലും നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, മാക്സിമം മാനേജ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വരിക, വിസിറ്റ് ചെയ്യാം. അതെ, തീർച്ചയായിട്ടും നെഗറ്റീവ് റിവ്യൂ കാര്യങ്ങളോ ഇതിലുണ്ടാകത്തില്ല ഈ ഒരു കാര്യത്തിൽ. അത്രേ ഉള്ളൂ. ബൈ ഗൈസ്.